ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. എൻ്റെ ഒരു ദിവസത്തെ ഉച്ച വരെയുള്ള കാര്യങ്ങളാട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം രാവിലെ അവധി ദിവസങ്ങളാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കുള്ളൂ കേട്ടോ. സ്കൂളിൽ പോകേണ്ട ദിവസം കുറച്ച് നേരത്തെ 4 മണി 5 മണി ആ സമയത്ത് തന്നെ എഴുന്നേക്കും. എല്ലാ കാര്യങ്ങളും ഒരു 7:30 ആകുമ്പോഴേക്ക് ചെയ്ത് തീർത്തിട്ടാണ് കേട്ടോ ഞാൻ സ്കൂളിൽ പോവാറ്. അപ്പം സാറ്റർഡേ സൺഡേ കുറച്ചുകൂടി നമുക്ക് മടി പിടിച്ച ദിവസങ്ങളായിരിക്കുമല്ലോ. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് ലേറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്നാലും വീട് ക്ലീനിങ് ആണ് കേട്ടോ മെയിനായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പറമ്പിൽ അത്യാവശ്യം കാര്യങ്ങളും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം രാവിലെ എഴുന്നേറ്റ് നല്ലൊരു കോഫിയിൽ അന്നത്തെ ദിവസം തുടങ്ങിയാൽ നമുക്കൊരു ഉഷാറാണല്ലോ അല്ലേ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഗാർഡനിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് നമ്മുടെ ചിമ്പുപൂച്ചയുണ്ട്, ചിമ്പുപൂച്ചയായിട്ട് കുറച്ച് നേരം കളിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ മോളൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ചിമ്പു റെഡി ആയിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി എല്ലാം ഒന്ന് സെറ്റാക്കി പാൽ മേടിക്കാൻ ഹസ്ബൻഡ് പോയിട്ടുണ്ട്. അങ്ങനെ കാപ്പി റെഡി ആയിട്ടുണ്ട്. കാപ്പി രാവിലെ മിച്ചറും കൂട്ടി എന്തെങ്കിലും ഒരു ബേക്കറി ഉണ്ടാവും കേട്ടോ, അതും കൂട്ടി ഒന്ന് കഴിച്ച് അന്നത്തെ ദിവസം ഒന്ന് ഉഷാറാക്കണമെങ്കിൽ നമുക്കൊരു കാപ്പി വേണമല്ലോ അല്ലേ. അങ്ങനെ കാപ്പി കഴിച്ച് ഇഡ്ഡലി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തും കുറച്ച് പണികളുള്ളതുകൊണ്ട് പിന്നെ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് അങ്ങനെയുള്ള പണികൾക്കൊക്കെ പോയിട്ടോ. അങ്ങനെ രാവിലെ പാൽ കൊണ്ടുവന്ന് എല്ലാം തിളപ്പിച്ചൊന്ന് വെച്ചു കേട്ടോ. രാവിലെയും വൈകുന്നേരവും സാറ്റർഡേ സൺഡേ മേടിക്കും പാല്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വാങ്ങാറില്ല, കാരണം രാവിലെ പോയി മേടിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സാറ്റർഡേ സൺഡേ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ വെണ്ടയ്ക്ക, തക്കാളി, മുരിങ്ങക്കായി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു സാമ്പാർ, പൊടി സാമ്പാർ കേട്ടോ ഞാൻ വെക്കാറുള്ളത്. എളുപ്പത്തിൽ പണി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവധി ദിവസങ്ങളിൽ കൂടുതൽ ജോലിയുള്ള ദിവസങ്ങളിൽ പൊടി സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ മസാലപ്പൊടികൾ വെച്ചാൽ സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചൂടാക്കി ഇട്ടിട്ട് അങ്ങനെ സാമ്പാർ വെക്കും കേട്ടോ. പിന്നെ നമ്മുടെ അടിച്ചുവാരൽ എല്ലാ ദിവസവും ഞാൻ അടിച്ചു വാരും, തുടയ്ക്കൽ 1-2 തവണയൊക്കെ തുടയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പം സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പൂച്ച കയറുന്നതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും തുടയ്ക്കണം കേട്ടോ. അത് രാവിലെയും വൈകുന്നേരം തുടച്ചില്ലെങ്കിൽ വളരെ വൃത്തികേടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ തുടച്ചെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് ഒന്ന് അടിച്ചു വരിയൊക്കെ തുടച്ചൊന്ന് വരുമ്പോഴേക്ക് ഇഡ്ഡലിയൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചാൽ അടുത്ത പണി എടുക്കുമ്പോഴേക്കും അത് വെന്തോളുമല്ലോ. ഒരു പണി നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനിടയ്ക്ക് വേറെ ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പണിയും നമുക്കൊരു 1-2 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ടൈം കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച് വെച്ച് ആവിക്ക് വെച്ചിട്ട് ഞാൻ അടുത്ത പണിക്ക് പോയിട്ടോ. സാമ്പാർ അടുത്ത കുക്കറിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആഴ്ചയ്ക്ക് 1-2 ദിവസങ്ങളിലേ വെള്ളം കൊടുക്കും കേട്ടോ. ചെറിയ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയുള്ളൂ. പിന്നെ മാറാല തട്ടലൊക്കെ ഇതേപോലെ അവധി ദിവസം മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ രണ്ടാമതൊന്ന് പെയിൻ്റ് അടിച്ചുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് മാറാലയൊന്നും വരാറില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് പോയിട്ട് ഓടിപ്പോയിട്ട് മാറാലയൊക്കെ ഒന്ന് തട്ടി വരും, ജനലൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടും കേട്ടോ. നമ്മൾ അവധി ദിവസങ്ങൾ കിട്ടുമ്പോഴാണല്ലോ ജനലിൻ്റെ ഗ്ലാസ്സുകൾ അതുപോലെ ഈ മാറാല തട്ടലൊക്കെ കൂടുതൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ അങ്ങ് ചെയ്ത് തീർക്കുവാണെങ്കിൽ വേഗം അങ്ങ് പണി കഴിയും കേട്ടോ. പിന്നെ വീട്ടമ്മമാരുടെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ എന്താ, വീട്ടിലിരിക്കുമ്പോൾ പണി തീരില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അടുക്കും ചിട്ടയിലും അങ്ങ് ചെയ്യുവാണെങ്കിൽ എല്ലാം അങ്ങ് റെഡിയായി കിട്ടുമല്ലോ. അങ്ങനെ സാമ്പാറൊക്കെ റെഡിയായിട്ട്, പൊടി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ. ഇങ്ങനെയുള്ള പൊടി സാമ്പാർ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്, അവർ കഴിച്ചോളും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു 10 മണി 11 മണിയൊക്കെ ആവും കേട്ടോ. ഞങ്ങൾ രാവിലെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നതുകൊണ്ട് കുറച്ച് താമസിച്ചിട്ട് മതി എല്ലാവർക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഇനി സാമ്പാറും കഴിക്കുകയാണ്. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ രാവിലെ ബാക്കി വന്ന പാത്രങ്ങളൊക്കെ രാവിലെ തന്നെ കഴുകി വെച്ചു കേട്ടോ. ഇനി ഉച്ചത്തേക്കുള്ള പരിപാടി നോക്കണമല്ലോ. അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ട് അടുത്ത പരിപാടിക്ക് പോകും കേട്ടോ. എന്തെങ്കിലും പുറമെ പണികളോ അങ്ങനെ വാഷിങ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പോകും. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എളുപ്പമാണല്ലേ. പാത്രം കഴുകി ഒതുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷേ നമ്മളത് സിമ്പിളായിട്ട് കരുതി അങ്ങ് ചെയ്യുകയാണെങ്കിൽ അതും എളുപ്പത്തിൽ കഴിയില്ലേ. പിന്നെ അടുപ്പത്താണ് കേട്ടോ ചോറ് വെക്കാറുള്ളത്, ഗ്യാസിൽ വെക്കൽ കുറവാണ്. അപ്പോൾ നല്ല വിറകുണ്ട്. അങ്ങനെ അരി അടുപ്പത്തിട്ടിട്ട് തുടയ്ക്കാൻ പോയിട്ടോ. അപ്പോൾ ഈ ഫ്ലോറ് ഞാൻ മേലെയും താഴെയും ആഴ്ചയ്ക്ക് 2 പ്രാവശ്യമേ തുടയ്ക്കുള്ളൂ കേട്ടോ.
പിന്നെ വാഷ് ബേസ് ഡെയിലി ക്ലീൻ ചെയ്യണമല്ലോ. നമ്മൾ വൃത്തികേടായി കിടക്കുവാണെങ്കിൽ അത് വേഗം ക്ലീൻ ചെയ്തിട്ടാൽ അല്ലെങ്കിൽ വെള്ളക്കുത്ത് വന്ന് ആകെ നാശമായിരിക്കും. അപ്പം അത് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. അപ്പം ഹസ്ബൻഡ് ഇത് അവിടെ ഗാർഡൻ സെറ്റ് ചെയ്തതിൽ പുല്ലുണ്ട് കേട്ടോ. ഈ പുല്ലിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നീണ്ടു വരുന്തോറും നമ്മുടെ കത്രിക വെച്ചിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ മെഷീനൊക്കെ വെക്കേണ്ടി വരും. അങ്ങനെ അതൊക്കെ സെറ്റാക്കി. മഴയുണ്ട് കേട്ടോ, നല്ല ചാറ്റൽ മഴയുണ്ട്. പിന്നെ പുറമെ മഴയുണ്ടെങ്കിൽ നമ്മളെ ഹാങ്ങിങ് പ്ലാന്റ്സിനൊന്നും ഉള്ളിലേക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ട് അതും നനച്ചു കൊടുക്കണം. അത് ഞാൻ രാത്രിയാണ് കേട്ടോ അധികം നനയ്ക്കാറുള്ളത്. അവധി ദിവസം പിന്നെ രാവിലെ പകൽ തന്നെ നനച്ചിടുവേ. പിന്നെ റോസ് 2 കളറ് റോസ് ഉണ്ട് കേട്ടോ, നല്ലോണം വിരിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇത് മഴയായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഫ്ലവറൊക്കെ വീണ് പോയതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്താൽ 2 ആഴ്ച കൊണ്ട് പുതിയ തളിര് വന്ന് വേഗം എന്താകും, നല്ല റോസ് ഉണ്ടാവും കേട്ടോ അതിൽ. പിന്നെ ഞങ്ങൾ കിച്ചണിൽ ചോറും കറിയൊക്കെ ആയതിനു ശേഷം ചോറായിട്ടോ കറി അടുപ്പത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ പറമ്പിൽ തന്നെ കുറച്ച് തൈകളൊക്കെ നട്ടിരുന്നു കേട്ടോ, കാപ്പിത്തൈ അതുപോലെ കവുങ്ങിൻ്റെ തൈയൊക്കെ. അപ്പം മഴ പെയ്താണല്ലോ, അപ്പോൾ ചെറുതായിട്ടൊന്ന് വളം ഇട്ട് കൊടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. പണിക്കാരെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അത് ഒരു മെനക്കെടാണ്, കിട്ടില്ല. പിന്നെ ഒരു ദിവസത്തെ പണിയൊന്നുമില്ല. അപ്പോൾ ഞാനും ഹസ്ബൻഡും തന്നെ ഇറങ്ങിയിട്ട് അങ്ങനെയുള്ള പണികളൊക്കെ വേഗം തീർത്തു കേട്ടോ. നമ്മൾ പരിസരത്തുള്ള കൃഷിപ്പണികൾ അത്യാവശ്യം ചെറിയ പരിപാടികളൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ എന്തെങ്കിലും നോൺ വെജ് ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണല്ലോ. ഉച്ചയ്ക്കൊക്കെ വെജിറ്റബിൾ മാത്രമാണെങ്കിൽ അവർക്ക് ഫുഡ് നിന്ന് ഇറങ്ങാൻ കുറച്ച് താമസമാണ്. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ ഒന്ന് വറുത്തു, മാങ്ങ അച്ചാറിട്ടു. അങ്ങനെ ഉച്ചയ്ക്കത്തെ ചോറും കഴിച്ചു, കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ള എൻ്റെ പരിപാടികളിൽ കുറച്ച് ഭാഗമായിട്ട് ഇവിടെ കാണിച്ചത്. വലിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.